എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുന്നു. വരുന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ കുറഞ്ഞൊരു സമ്മാന തുകയായ 5 ലക്ഷം രൂപയെങ്കിലും ലഭിക്കുന്ന നക്ഷത്രജാതകരെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് പങ്കുവെക്കാം. ഇവർ തിരഞ്ഞെടുക്കേണ്ട ഭാഗ്യ നമ്പറുകളും അതോടൊപ്പം തന്നെ അടുത്തൊരാഴ്ച കാലം ഇവരെ കാത്തിരിക്കുന്ന മറ്റു കാര്യങ്ങളും ഇൻഫിനിറ്റി സ്റ്റോറീസ് ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്ന ഭാഗ്യ നമ്പറുകൾ അടങ്ങിയ ലോട്ടറികൾ നിങ്ങൾക്ക് കിട്ടിയാൽ അതിനെ കൈവിടാതിരിക്കുക. ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും. വീഡിയോ കണ്ടു തുടങ്ങും മുമ്പ് എൻ്റെ പ്രേക്ഷകരെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നൊരു കാര്യം ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ പറയാം ഭരണി നക്ഷത്ര ജാതകരെക്കുറിച്ച്. 48 84 63 36 42 91 ഇതാണ് ഈ ലോട്ടറി ഭാഗ്യം ഇവർക്ക് സമ്മാനിക്കുന്ന നമ്പറുകൾ. ഈ നമ്പറുകൾ അടങ്ങിയ ലോട്ടറികൾ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അതിനെ കൈവിടാതിരിക്കുക. ഒപ്പം ഇനി വരുന്നൊരാഴ്ച കാലം ഇവർക്ക് അനുഭവിക്കുന്ന നക്ഷത്രഫലം കൂടി ഒന്ന് നോക്കാം. മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ലഭിക്കും. പലവിധ ദുഃഖ അനുഭവങ്ങളിൽ നിന്നും കരകയറും. ചെറിയൊരു സമ്മാനത്തുകയെങ്കിലും ലോട്ടറി ഭാഗ്യത്തിലൂടെ ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ധനാഗമങ്ങൾ വർദ്ധിക്കും. ആഗ്രഹിക്കുന്ന അന്നപാന സാധനങ്ങൾ ലഭിക്കും. അലങ്കാര വസ്തുക്കൾ വാങ്ങാൻ സാധിക്കും. കാര്യതടസ്സങ്ങൾ കുറേയൊക്കെ മാറിക്കിട്ടും. സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ബന്ധുജനങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകും. തൊഴിൽ രംഗത്ത് മെച്ചപ്പെടുന്ന സാഹചര്യം കൂടി കാണുന്നുണ്ട്. തൊഴിൽ രംഗത്ത് നിന്നുള്ള വരുമാനം വർദ്ധിക്കും. വിവാഹ ആലോചനകൾക്കുള്ള തടസ്സം നീങ്ങിവരും. കഴുത്തിന് മുകളിൽ ഉള്ള അംഗങ്ങളിൽ രോഗപീഠ, ത്വക്കുരോഗം, വായുകോപം ഇവയ്ക്ക് സാധ്യതയുണ്ട്. സുഹൃത്തുക്കളുമായിട്ടുള്ള സൗഹൃദം മെച്ചപ്പെടും. മക്കളെ കൊണ്ട് സന്തോഷം ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഇവർ ദോഷപരിഹാരാർത്ഥം ഭഗവതിക്ക് ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. ഇനി മകയിരം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. 32 02 51 13 എന്നീ ഭാഗ്യ നമ്പറുകൾ ഇവർ തിരഞ്ഞെടുക്കാൻ ഒന്ന് ശ്രമിക്കുക. നിങ്ങളോടൊപ്പം ഭാഗ്യം ഉണ്ടാകും എന്ന കാര്യം എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. ഇനി അടുത്തൊരാഴ്ച കാലത്തെ നക്ഷത്രഫലം കൂടി നോക്കാം. കർമ്മരംഗം മെച്ചപ്പെടാനുള്ള എല്ലാ വഴികളും ഇവർക്ക് മുന്നിൽ തെളിഞ്ഞിരിക്കുകയാണ്. ധനാഗമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും കൂടുതലാണ്. വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങളും ക്ലേശങ്ങളും അലച്ചിലുകളും ബുദ്ധിമുട്ടുകളും എല്ലാം കുറഞ്ഞു തുടങ്ങും. മക്കളെ കൊണ്ട് സമാധാനം ലഭിക്കും. സ്വസ്ഥതയുണ്ടാകും. പല വിധത്തിലുള്ള ധനാഗമങ്ങൾ ഉണ്ടാകും. ബന്ധുജനങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകും. കഠിനമായ ദുഃഖ അനുഭവങ്ങളിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം. സൽക്കർമ്മങ്ങൾക്കായിട്ട് പണം ചിലവഴിക്കേണ്ടതായിട്ട് വരും. വീട്ടിൽ കലഹങ്ങൾക്ക് ഇടയുണ്ട്. നെഞ്ചിനകത്തുണ്ടാകുന്ന അസുഖങ്ങൾ, വാദബന്ധിയായ വേദനകൾ ഇവ ശ്രദ്ധിക്കണം. ശത്രുക്കളുടെ ശക്തി കുറഞ്ഞു തുടങ്ങും. പുതിയ ഗൃഹനിർമ്മാണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാൻ നല്ല സമയമാണ്. ഭാഗ്യ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. വഴിയാത്രയ്ക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ജന്തുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് കരകയറുകയും ചെയ്യും. ഇവർ ദോഷപരിഹാരാർത്ഥം ശിവന് നിവേദ്യ സഹിതം ധാര കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെക്കുറിച്ച് ഒന്ന് നോക്കാം. തിരുവാതിര നക്ഷത്ര ജാതകർ 60-നും 70-നും ഇടയ്ക്കുള്ള ഏത് ഭാഗ്യ നമ്പറുകൾ എടുത്താലും ഇവർക്ക് വിജയം സുനിശ്ചിതമാണ്. അതുപോലെ തന്നെ അടുത്ത ആഴ്ചയിൽ സുഖ അനുഭവങ്ങൾ കൂടുതലായിട്ട് ലഭിക്കാൻ ഭാഗ്യമുണ്ട്. സഹോദരങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും കുടുംബജനങ്ങൾക്കും അഭിവൃദ്ധി കൂടി ഉണ്ടാകും. പുതിയ വീടുപണി തുടങ്ങാൻ സാധിക്കും. അഭീഷ്ട സിദ്ധി ഉണ്ടാകും.
സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. അധികാര സ്ഥാനങ്ങളിൽ ഉള്ളവർക്ക് ആജ്ഞാസിദ്ധി പ്രയോഗിക്കേണ്ടതായിട്ട് വരും. ധനലാഭങ്ങൾ ഉണ്ടാകും. സ്ഥാനമാനങ്ങളും അംഗീകാരവും ആദരവും ലഭിക്കും. ബന്ധുജനങ്ങളുമായി കൂടിക്കഴിയുന്നതിന് അവസരം ലഭിക്കും. പുതിയ വസ്ത്രങ്ങൾ സമ്മാനമായിട്ട് ലഭിക്കും. ചില ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹങ്ങൾ മാറിവരും. ധനകാര്യങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. പിതാവിനോ പിതൃതുല്യവർ ആയവർക്കോ രോഗാരിഷ്ടതകൾ ഉണ്ടാകാൻ സാധ്യതകൾ കൂടുതലാണ്. വിവാഹ ആലോചനകൾ ഉറപ്പിക്കാനാകും. തൊഴിൽ രംഗത്ത് നിന്ന് നല്ല വരുമാനം ഈ സമയത്ത് പ്രതീക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾക്കും നല്ല നല്ല അവസരങ്ങൾ ഉണ്ടാകും. മനസ്സിൻ്റെ സംഘർഷാവസ്ഥയിൽ നിന്ന് ഒരു മോചനം പ്രതീക്ഷിക്കാം. ഇവർ കൂടുതൽ ഗുണഫലങ്ങൾക്ക് വേണ്ടിയിട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ദുർഗാ സൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ഭാഗ്യശാലികളായ ആയില്യം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ആയില്യം നക്ഷത്ര ജാതകർക്കും നല്ല ഭാഗ്യ നമ്പറുകൾ എന്ന് പറയുന്നത് 55, 67, 43, 72 എന്നീ സംഖ്യകൾ അടങ്ങിയ ലോട്ടറികൾ കൈവശം വന്നാൽ കൈവിടാതിരിക്കുക. അടുത്ത ഒരാഴ്ചക്കുള്ളിൽ ഇവരെ ഭാഗ്യം തുണയ്ക്കും. അതോടൊപ്പം തന്നെ ഇഷ്ടബന്ധുജനങ്ങളെക്കുറിച്ച് നല്ല സന്തോഷകരമായ കാര്യങ്ങൾ അറിയാൻ അവസരമുണ്ടാകും. പ്രാർത്ഥനകൾക്കും ഫലം കാണും. ശത്രുക്കളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങും. സ്ഥാനക്കയറ്റം ഉണ്ടാകും. തൊഴിൽ രംഗത്ത് വിജയസാധ്യതകൾ കൂടുതലാണ്. അധികാര സ്ഥാനങ്ങളിൽ ഉപദ്രവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കേസുകാര്യങ്ങൾ വിജയത്തിലേക്ക് വരും. വീട്ടിലെ അസ്വസ്ഥതകൾ കുറഞ്ഞു തുടങ്ങും. വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥകൾ വരെ ഉണ്ടാകും. ദുർജനങ്ങളുമായിട്ട് ബന്ധപ്പെടേണ്ട സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിവാകണം. പൊതുവെ ആരോഗ്യം മെച്ചമായിരിക്കും. പനി, ചുമ, ഉദരരോഗം ഇവ ശ്രദ്ധിക്കണം. കരാറുകാർക്ക് അവരുടെ ജീവിതത്തിൽ ഏറ്റവും സാമ്പത്തിക നേട്ടം ലഭിക്കുന്ന തരത്തിലുള്ളൊരു തൊഴിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. സർക്കാരുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ ലഭിക്കും. ഭാര്യാഭർത്തൃ കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും. വിവാഹമോചന കേസുകളിൽ വിജയം ഉണ്ടാകാൻ ഇടയുണ്ട്. സുഹൃത്ത് ബന്ധങ്ങൾ കുലച്ചിലുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. തർക്ക വിഷയങ്ങളിൽ ഏർപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കുക. ഇവർ ദോഷപരിഹാരാർത്ഥം ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. നിലവിൽ ഏറ്റവും മികച്ചൊരു സമയവുമായിട്ടുള്ളൊരു നക്ഷത്ര ജാതകരാണ് മകം നക്ഷത്ര ജാതകർ. ഇവർ 02, 32, 43, 49, 67 എന്നീ ഭാഗ്യ നമ്പറുകളൊക്കെ ഒന്ന് തിരഞ്ഞെടുക്കാൻ ഈ ആഴ്ചയിൽ ശ്രമിച്ചാൽ ഇവർക്കും വലിയ നഷ്ടമില്ലാത്തൊരു തരത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ആഴ്ചക്കാലം അന്യരുടെ ചതിയിലും വഞ്ചനയിലും പെടാതെ ഒഴിഞ്ഞു നിൽക്കാൻ ശ്രദ്ധിക്കുക. നേത്രരോഗം, ഉദരരോഗം, വാതബന്ധിയായ വേദനകൾ ഇവയിൽ നിന്ന് മുക്തി ഉണ്ടാകും. തർക്ക വിഷയങ്ങളിൽ വിജയം വരിക്കും. ഭാഗ്യ അനുഭവങ്ങൾക്കുള്ള ചെറിയ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. ധനസമൃദ്ധിക്കൊപ്പം ധനനാശവും ഉള്ളതുകൊണ്ട് ധനവിനിയോഗം കാര്യക്ഷമമാക്കണം. നല്ല വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ പ്രീതി നേടിയെടുക്കാൻ സാധിക്കും. വരും ദിവസങ്ങളിൽ ദാമ്പത്യ സൗഖ്യം ഉണ്ടാകും. ശയനസുഖം ലഭിക്കും. പുതിയ ശയന ഉപകരണങ്ങൾ, വിശേഷ വസ്ത്ര അലങ്കാര സാധനങ്ങൾ, സൗരഭ്യ വസ്തുക്കൾ ഇവ സമ്മാനമായിട്ട് ലഭിക്കും. സ്ത്രീ പുരുഷ അപവാദങ്ങളിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം. ദൂരദേശ യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകും. അലച്ചിലും കാര്യതടസ്സങ്ങളും മാറിക്കിട്ടും. വിദ്യാഭ്യാസത്തിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. മനസ്സന്തോഷവും സമാധാനവും കൂടിയും കുറഞ്ഞും വരാനാണ് സാധ്യത. ഇവർ ദോഷപരിഹാരാർത്ഥം ശാസ്താവിന് നീരാജനം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അത്തം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. 99, 84, 63, 11 എന്നിവയാണ് ഈ നക്ഷത്ര ജാതകരുടെ ഭാഗ്യ നമ്പറുകൾ. ഇവർക്ക് കുറഞ്ഞൊരു തുകയെങ്കിലും സമ്മാനമായിട്ട് ലഭിക്കാൻ ഭാഗ്യം ചെയ്ത ഒരു സമയം കൂടിയാണ്. ഒപ്പം ജീവിതത്തിൽ പഴകിയ രോഗങ്ങൾക്കും ശമനം കണ്ടു തുടങ്ങും. കാര്യതടസ്സങ്ങളും ഏറെക്കുറെ മാറിക്കിട്ടും. സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കാനുള്ളൊരു യോഗം കാണുന്നുണ്ട്. വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങളും ഈ സമയത്ത് നടന്നു കിട്ടും. ധനലാഭവും ധനനഷ്ടവും ഒരുപോലെ പ്രതീക്ഷിക്കണം.
ഭാര്യാഭർത്തൃസുഖം, സന്താനസുഖം ഇവയ്ക്ക് യോഗമുണ്ട്. പല കാര്യങ്ങൾക്കും സമൃദ്ധമായിട്ട് നേതൃത്വം നൽകാനും സാധിക്കും. ഇവർ ദോഷപരിഹാരാർത്ഥം വിദ്യാർത്ഥികൾ വിഷ്ണുവിങ്കൽ ശ്രീ വിദ്യാരാജഗോപാല മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക.